കാസർഗോഡ് മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് യുവതി ജീവനൊടുക്കിയതായി പരാതി. നാലത്തടുക്ക സ്വദേശിനി ജസീലയാണ് മരിച്ചത്. മാനസിക പീഡനത്തെ തുടർന്നാണ് ജസീല ആത്മഹത്യ ചെയ്തതെന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ പരാതിയിൽ ആരോപിക്കുന്നത്. തന്റെ നിരപരാധിത്വം ചൂണ്ടിക്കാട്ടി വീഡിയോ ചിത്രീകരിച്ച് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്ത ശേഷമായിരുന്നു ജസീലയുടെ ആത്മഹത്യ. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. എൻ്റെ പേര് ജസീല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ കുറേ ശിക്ഷ വയ്ക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായി. അത് ഞാൻ എടുത്തെന്നാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ആരും ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. സ്വർണം മോഷ്ടിച്ചെന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് അയൽവാസികളിൽ നിന്നും പോലീസിൽ നിന്നും നേരിട്ട ക്രൂരമായ മാനസിക പീഡനത്തിൽ മനംനൊന്താണ് യുവതി ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. കാസർഗോഡ് നാലത്തടുക്ക സ്വദേശി 24-കാരി ജസീലയാണ് വൈകിട്ടോടെ കാസർഗോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് യുവതിയെ വീടിനുള്ളിൽ എലിവിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിന്റെ വീടിന്റെ അടുത്തുള്ള അയൽവാസിയായ യുവാവും കുടുംബവും ചേർന്ന് ജസീലയ്ക്കെതിരെ ഉന്നയിച്ച മോഷണ ആരോപണവും തുടർന്നുണ്ടായ പരസ്യമായ സ്വഭാവഹത്യവുമാണ് സംഭവത്തിന് കാരണമായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. ആലൂർ പോലീസ് വിളിപ്പിച്ചിന്. അത് ഞാനും ഓളും പോയിട്ടാകുമ്പോൾ ഓളിൽ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയും. ഞാൻ പൊന്നെടുത്തിട്ട എന്നെ പറയുമ്പോൾ പോലീസുകാരോട് പറഞ്ഞ് റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുക്കാൻ കഴിയില്ല, നീ എന്നെ എടുത്തിനെ ഒരാൾ തന്നെ കഴിഞ്ഞിട്ട് ബേജാറാക്കി. അപ്പോൾ ഞാനും കേട്ട് പോലീസ് നായനെ കൊണ്ട് നമുക്ക് തെളിയല്ലേ. അപ്പോൾ പറഞ്ഞ് പോലീസ് നായനെ കൊണ്ടുവരാൻ കഴിയല, അത് അന്ന് തന്നെ കൊണ്ടുവരണം ശരി. പിന്നെ ഓർമ്മ തേടുന്ന ഓളെ ഭീഷണിപ്പെടുത്തി. ഈ മെച്ച ഞങ്ങൾക്ക് ഭർത്താവിൻ്റെ ഉമ്മാവും വന്നിന് പൊങ്ങും വന്നിന് ഓർമ്മത്ത് ഓളെ എന്തെല്ലാം പറഞ്ഞു നമുക്ക് വേണ്ട ഉള്ള DNA ടെസ്റ്റ് എടുക്കണമെന്നെല്ലാം പറഞ്ഞു. അത് ബേജാറായിട്ട് ഒരാൾ പാപ്പം ആരെയും പറയാല. അങ്ങനത്തെ പെണ്ണ് 2 പിള്ളേരുണ്ട്. പിള്ളേർ പോയി, പിള്ളേർ ഉമ്മ പോയി. പോലീസ് സ്റ്റേഷനിൽ വെച്ച് വനിതാ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ യുവതിയെ ചോദ്യം ചെയ്യലിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിച്ചതായും പരാതിയുണ്ട്. 2 കുട്ടികളുടെ മാതാവായ ജസീലെ ഇല്ലാത്ത കുറ്റത്തിന്റെ പേരിൽ സമൂഹമധ്യത്തിൽ അപമാനിക്കാൻ ബോധപൂർവമായ ശ്രമം നടത്തിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സ്വർണം മോഷ്ടിച്ചെന്ന ആരോപണത്തിൽ ആദൂർ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും ജസീലയ്ക്കെതിരെ തെളിവുകളില്ലാത്തതിനാൽ വിട്ടയക്കുകയായിരുന്നു. ജീവനൊടുക്കുന്നതിന് മുൻപ് ജസീല തയ്യാറാക്കിയ വീഡിയോയിലും താൻ നിരപരാധിയാണെന്നും തന്നെ എല്ലാവരും അപമാനിച്ചെന്നും പറയുന്നുണ്ട്. എൻ്റെ മക്കൾ എങ്ങനെ തല ഉയർത്തി നടക്കും? മോഷണക്കുറ്റവും അപവാദവും ഉണ്ടാക്കിയ നാണക്കേട് കാരണം ജീവിക്കാൻ പറ്റുന്നില്ല. നാട്ടുകാരായ നിങ്ങളെങ്കിലും എൻ്റെ സത്യം തിരിച്ചറിയണം. നിങ്ങളിത് കാണുമ്പോൾ ഞാൻ ജീവനോട് ഉണ്ടാകില്ല എന്നും മറ്റുമാണ് വീഡിയോയിൽ. മരിച്ചിട്ടെങ്ങനെയുണ്ട് സത്യം തെളിയണം? എത്ര ദിവസം, എത്ര നിമിഷം, എത്ര മണിക്കൂർ ഞാൻ നിൽക്കുമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് വയ്യാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാൻ എൻ്റെ മക്കളും പോയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നിയമപരമായിട്ട് ശിക്ഷിക്കണം. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ അവരൊന്നും തന്നെ നാണം കെടുത്തി വെച്ചെന്നെ. സത്യം തടയാൻ വേണ്ടി കംപ്ലൈൻറ്റ് എടുക്കാൻ ഞാൻ എന്നെ പറഞ്ഞു. എന്നിട്ട് എൻ്റെ പേര് തന്നെ അവരെ. ജസീലയുടെ മരണത്തിൽ വിദ്യാനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിൽ ജസീലയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.